ഇതെന്നാത്തിനാ ഇതോ? ഇത് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിൽ, താരൻ, അതുപോലെ മുടിയില്ലായ്മ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മുടി കൊഴിഞ്ഞു പോയി ഇപ്പം മുടി ഇല്ലാതെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു ഹെൽത്ത് ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഈ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നമ്മളോട് പറഞ്ഞ് എൻ്റെ ഒരു ദോസ്തിനോട് പറഞ്ഞ് ആ പുള്ളി ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ആ സംഭവം നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇതാണ് സംഭവം. ഇത് ആമ്പലാണ്. അതായത് ആമ്പലിൻ്റെ പൂവ്, ഇല, വേര്, തണ്ട് ഇത് സമൂലം ചേർക്കുക. അതുപോലെ തന്നെ ചിരട്ട, നമ്മുടെ സാധാ തേങ്ങാ ചിരട്ട കത്തിച്ച് ഇതിൻ്റെ കരി. പിന്നെ വേണ്ടത് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, കെമിക്കലില്ലാത്ത വെളിച്ചെണ്ണ. അത് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ ഈ ഹെൽത്ത് ടിപ്പ്, അതായത് ഒറ്റമൂലി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഐറ്റങ്ങൾ. അതായത് നമ്മളിതിനെ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് ഇതെല്ലാം ഇതുപോലെ എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ചിരട്ട നമുക്ക് കത്തിച്ച് കരിയാക്കി എടുക്കണം. നമ്മളിങ്ങനെ ചിരട്ട കത്തിച്ച് നല്ലപോലെ കരിയാക്കി എടുത്തിട്ട് ഈ ചിരട്ട ഇതെല്ലാം കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ അരകല്ലിൽ വെച്ച് അരച്ച് റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ട് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് പേസ്റ്റ്. അടിച്ച് അല്ലെങ്കിൽ അരച്ച് നമുക്ക് കിട്ടുന്നത് പേസ്റ്റ് ഈ രൂപത്തിലിരിക്കണം. അപ്പോൾ നമ്മുടെ ഒറ്റമൂലി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ ഈ വേറൊരാൾക്ക് വേണ്ടി ചെയ്ത മരുന്നാണ്. അദ്ദേഹം ഇപ്പം നിലവിൽ ഇവിടെ ഇല്ല. പുള്ളി പറഞ്ഞ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് ആ രീതിയിൽ ഉപയോഗിക്കണം. അതായത് നമ്മളിതെടുത്തിട്ട് ഇപ്പം തലമുടി ഇല്ലാത്തവരാണ്, പ്രായാധിക്യം മൂലം തലമുടി പോയവർക്കൊന്നും ഉണ്ടാവുകയില്ല, എങ്കിൽ പോലും അല്ലാത്തവർക്കൊക്കെ തലമുടി വളരും. അതുപോലെ തന്നെ താരൻ പോവും. അതുപോലെ മുടി കൊഴിച്ചിൽ, ഈ 3 പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണിത്. അപ്പോൾ ഈ താരനൊക്കെ പോകാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളമോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഉപയോഗിച്ച് നിങ്ങൾ തല വാഷ് ചെയ്യരുത്. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് കെമിക്കൽ ചേർന്ന സോപ്പുകളൊന്നും ഉപയോഗിക്കാതെ അത്യാവശ്യം നല്ല മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് ഈ ഒറ്റമൂലി ഉപയോഗിച്ചിട്ട് തല വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു മാസത്തോളം ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മുടെ ഒരു സുഹൃത്തിന് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഈ മുടി പോയവർക്ക് എന്ന് പറയുമ്പോൾ മുടി മൊത്തമായിട്ട് പോയവർക്ക് ഈ മെഡിസിൻ അതായത് ഈ ഒറ്റമൂലി ഉപയോഗിച്ച് നമ്മൾ ഒരു 2-3 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പം ചെറുതായിട്ട് ഈ ചെറിയ രോമങ്ങൾ വളരാൻ തുടങ്ങും. ആ രോമങ്ങൾ വടിച്ച് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബലം കൂടിയ മുടികൾ, ചെറിയ മുടികളല്ല, ഇച്ചിരി കട്ടി കൂടിയ മുടികൾ വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒറ്റമൂലി എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഈ സാധനം പേസ്റ്റ് രൂപത്തിലിരിക്കുന്ന ഇതാണ്. ഇത് നമ്മൾ തലയ്ക്ക് മുടി അത്യാവശ്യം താരനുള്ളവരാണെങ്കിൽ നല്ലപോലെ അകത്തോട്ട് തലയോട്ടിലോട്ട് ഇറങ്ങത്തക്ക രീതിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് വരെ നമ്മൾ ഈ റെസ്റ്റിന് ഇരിക്കണം. ഇരുന്നിട്ട് വേണം നമ്മുടെ ഈ ഇത് ഷാമ്പു ഉപയോഗിച്ച്, സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിച്ച് തന്നെ കഴുകി കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് ഈ മുടി കൊഴിഞ്ഞു പോയിട്ട് മുടി ഇല്ലാഞ്ഞിട്ട് മുടി ഈ മെഡിസിൻ ഉപയോഗിച്ച് ഉണ്ടായി. അവർ നമ്മളോട് പറഞ്ഞു. അതിൻ്റെ ഇതിലാണ് നമ്മളത് ഈ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്.